لبيك اللهم لبيك لبيك لا شريك لك لبيك. പണ്ഡിതൻ വാഗ്മിയുമായ ഡോക്ടർ ഇല്യാസ് മൗലവിയാണ്. അദ്ദേഹം നിങ്ങളുമായി 15 മിനിറ്റ് ഈ ഒരു വിഷയവുമായിട്ട് സംസാരിക്കും. അതിനുശേഷം നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾ പരസ്പരം അന്വേഷിക്കാനും അതിന് മറുപടി പറയാനും ആയിട്ടുള്ളൊരു സമയമായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാര്യമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രോഗ്രാം ആരംഭിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഡോക്ടർ ഇല്യാസ് മൗലവിയെ ആദരപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്ക്രീനും താഴ്ത്തി വെക്കാമോ? ഓ സ്ക്രീനൊന്ന് താഴ്ത്തി വെക്കാമോ? ഫുള്ളായിട്ട് കാണാൻ വേണ്ടി. ഓക്കെ, ഇങ്ങനെ മതിയോ? ഓക്കെ ഫൈൻ. പ്രിയമുള്ള ഹാജമാരെ, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാവശ്യത്തെ ഹജ്ജ് നിർവഹിക്കാനായി ഒരുങ്ങിയ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും യാതൊരു പ്രതിബന്ധവും പ്രയാസവും കൂടാതെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് ആഫിയത്തോടെ തിരിച്ച് നാട്ടിലെത്താൻ, അവരവരുടെ ഉദ്ദേശിച്ച സ്ഥലത്ത് മടങ്ങി ചെല്ലാൻ പടച്ച തമ്പുരാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച മക്കയിലെ വളണ്ടിയർമാരെ, എനിക്ക് അവരെ നേരിട്ട് അറിയാം. അവരുടെ ജോലി തിരക്കിനൊക്കിടയിൽ എല്ലാവരും ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനിടയിൽ കിട്ടുന്ന വിശ്രമ വേളകൾ പോലും ഹാജിമാർക്ക് സേവനം ചെയ്യാൻ വേണ്ടി ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിൽ ഊണും ഉറക്കും വിശ്രമവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാടുപെടുന്നത് ഞാൻ അതിന് അനുഭവസ്ഥനാണ്. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ. അവർ ചെയ്യുന്ന ത്യാഗങ്ങൾക്ക് വലിയ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹാജമാരോട് എനിക്ക് പറയാനുള്ളത്, നമസ്കാരവും സക്കാത്തൊന്നും പോലെ കുറെ നിയമങ്ങൾ പഠിക്കാനുള്ള ഒരു സംഗതിയൊന്നുമല്ല ഹജ്ജ്. വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ആ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് താനും. വലിയ സമ്പത്ത് ചെലവാക്കി വളരെ തിരക്ക് ഉള്ള ഒരു ചടങ്ങിൽ വളരെ ദൂരത്ത് നിന്ന് പോയി പങ്കെടുത്ത് അതിന്റെ ഒരു ഗുണവുമില്ലാതെ തിരിച്ചു പോരേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ 10,000-കണക്കിന് ആളുകൾക്ക് ഈ പ്രാവശ്യം ഹജ്ജിന് അവസരമില്ല. എല്ലാം ഒരുങ്ങി കാശ് വരെ അടച്ചവരെ പറ്റിയായി പറയുന്നത്. നേരത്തെ ആഗ്രഹിച്ചിട്ട് നറുക്കൊന്നും കിട്ടാതെ അങ്ങനെ മുടങ്ങി അവര് വേറെയുണ്ട്. ഇപ്പൊ ഏതായിരുന്നാലും ഈ പ്രാവശ്യത്തെ ഹജ്ജിന് ഭാഗ്യം കിട്ടിയവർ വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നിങ്ങൾക്ക് സ്വർഗം ഉറപ്പിക്കുവാനുള്ള അസുലഭ അവസരം എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, ഒന്നും കാണാതെ പഠിക്കാനില്ല എന്നുള്ളതാണ്. കുറെ ദിക്റുകളും ദ്വാകളും ഒക്കെ അത് ഹജ്ജിലും അല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ ചൊല്ലാറുള്ള അല്ലെങ്കിൽ ചൊല്ലുന്നത് നല്ലതായ ഖുർആനിലും ഹദീസിലും ഒക്കെ വന്ന ദിക്റുകളും ദ്വാകളും ഒക്കെ പഠിക്കുകയും അത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചൊല്ലുകയും ചെയ്യുക എന്നത് അത് ഹജ്ജ് ചെയ്യുന്നവർക്ക് അല്ലാത്തവർക്കൊക്കെ
ബാധകമായതാണ്. ആ കൂട്ടത്തിൽ പഠിക്കേണ്ടുന്ന ചില ദിക്റുകളും ദുആകളും ഒക്കെ ഹജ്ജിലും ഉംറയിലും ഒക്കെ ഉണ്ട്. അതൊരാൾ മറന്നുപോയി എന്ന് വിചാരിച്ചിട്ട് ബേജാറാകേണ്ട പ്രശ്നമൊന്നുമില്ല. എന്നാൽ അതൊക്കെ പഠിച്ച് ചൊല്ലുകയാണെങ്കിൽ വളരെ നല്ലതാണ്, പുണ്യമാണ്, സുന്നത്താണ് എന്ന് കൂട്ടത്തിൽ പറയുകയാണ്. ഹജ്ജിന്റെ പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഹ്റാം ചെയ്യുക, തവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക, അറഫയിൽ നിൽക്കുക, മുസ്ദലിഫയിൽ രാത്രി കഴിച്ചു കൂട്ടുക, ദുൽഹജ്ജ് 10 അന്ന് ജംറത്തുൽ അഖബയിൽ കല്ലെറിയുക, ബലിയറുക്കുക, മുടി വെട്ടുക, മുടി കളയുക, തവാഫുൽ ഇഫാല ചെയ്യുക, സഅയ് ചെയ്യുക, ദുൽഹജ്ജ് 11, 12, 13 അല്ലെങ്കിൽ 11, 12 ദിവസങ്ങളിൽ മിനയിൽ രാത്രി കഴിച്ചു കൂട്ടുക, തവാഫുൽ വദാ മക്ക വിട്ട് പിരിഞ്ഞു പോരുമ്പോൾ നാട്ടിലേക്ക് മടങ്ങുന്നതിന്റെ മുമ്പ് ഏറ്റവും അവസാനമായി കഅബയോട് അഭിവാദ്യം എന്നുള്ള അർത്ഥത്തിൽ യാത്ര ചോദിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഒരു വിടവാങ്ങൽ തവാഫും ചെയ്താൽ ഹജ്ജ് കഴിഞ്ഞു. അപ്പോ ആദ്യം തന്നെ ചെന്നിട്ട് ഉംറ ചെയ്യുന്നവർക്ക് 2 2.5 മണിക്കൂർ എടുക്കുന്ന ഒരു തവാഫും സഅയും മുടിയെടുക്കലും. അത് കഴിഞ്ഞ് ഹജ്ജിന്റെ തൊട്ട് അല്ലെങ്കിൽ ദുൽഹജ്ജ് 8 താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്ത് ദുൽഹജ്ജ് 9 അറഫയിലെത്തി ഉച്ചന്റെ ശേഷം മുതൽ മഗ്രിബ് വരെ അവിടെ നിന്ന് രാത്രി തിരിച്ച് അറഫയിൽ നിന്ന് മഗ്രിബിന്റെ ശേഷം മടങ്ങി മുസ്ദലിഫയിലെത്തി മഗ്രിബും ഇശായും ജമ്മും കസറുമായി നമസ്കരിച്ച് ദുൽഹജ്ജ് 10 അന്ന് രാവിലെ നേരം വെളുത്ത് ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ നേരെ ജംറത്തുൽ അഖബക്ക് പോയി കല്ലെറിഞ്ഞ് അത് കഴിഞ്ഞ് ബലിയിറക്കുന്നവര് അവിടെ കാശ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ് നേരെ വന്ന് തവാഫുൽ ഇഫാല ചെയ്ത് കൂട്ടത്തിൽ തന്നെ അത് കഴിഞ്ഞ ഉടനെ സഅയും ചെയ്തോടുകൂടി പിന്നെ സാധാ ഡ്രസ്സിലാകാം. ഈ തവാഫുൽ ഇഫാല കഴിഞ്ഞാൽ തന്നെ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും അനുവദനീയമാകും. മുടിയെടുക്കലും ബലിയിറക്കലും കഴിഞ്ഞതുകൊണ്ട് പിന്നെ സാധാ ഡ്രസ്സിൽ കഴിഞ്ഞാൽ മതി. ദുൽഹജ്ജ് 11, 12 ദിവസങ്ങളൊക്കെ ഇഹ്റാമിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ല. തവാഫുൽ വിദാ എന്ന് പറയണ അതിനും ഇഹ്റാമിന്റെ നിയമങ്ങളൊന്നുമില്ല. സാധാ ഡ്രസ്സിൽ പോയിട്ട് എങ്ങനെയാണോ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അണിയുന്ന ഡ്രസ്സ്, പാന്റും കുപ്പായോ അല്ലെങ്കിൽ മുണ്ടും കുപ്പായോ അല്ലെങ്കിൽ ജുബ്ബ ഒക്കെ അണിഞ്ഞ് പോയി തവാഫുൽ വദാവും ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാം. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതില് നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യണം, നല്ല തിരക്കൊക്കെ ഉണ്ടാവുമ്പോൾ. അപ്പോ ഇത്രയും കാര്യങ്ങൾ തെറ്റാതെ ചെയ്താൽ അവരുടെ ഹജ്ജ് സഹീഹാവും. പിന്നെ അള്ളാഹു ഹജ്ജ് സ്വീകരിക്കല് അവരുടെ അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥത അനുസരിച്ചാണ്. അതുകൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുക. പിന്നെ അതിന്റെ ഇടയിലുള്ള കുറെ സുന്നത്തായ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനീ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി ഹജ്ജ് നിർവഹിക്കാൻ, ഉംറ നിർവഹിക്കാനും ഒക്കെ പടച്ചതമ്പുരാൻ എല്ലാവിധ സൗകര്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഒരു ആമുഖമായി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അത്യാവശ്യം അറിയാനുള്ള സംശയങ്ങൾ തീർക്കാനുള്ള ഒരു അവസരമായിട്ട് ബാക്കി സമയം ഞാൻ മാറ്റിവെക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഹാജിമാരെ, ഇനി നിങ്ങൾക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് കർമ്മങ്ങളുമായിട്ടോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായിട്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അന്വേഷിക്കാവുന്നതാണ്. നമ്മുടെ പ്രിയ ഇല്യാസ് മൗലവി അതിന് മറുപടി നൽകുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു വറഹ്മത്തുള്ളാഹി. അറഫയില് ളുഹറിന് ശേഷം മഗ്‌രിബ് വരെ നിൽക്കണം എന്ന് പറഞ്ഞു. അത് നിൽക്കൽ എന്നുള്ള ആ ഒരു പ്രക്രിയ തന്നെ നിർബന്ധമാണോ, അതോ അതിനെ കുറിച്ച് അങ്ങനെ നിൽക്കാൻ കഴിയില്ലല്ലോ ളുഹറിന്റെ ശേഷം മഗ്‌രിബ് വരെ. അപ്പോ അറബി ഭാഷയിൽ അൽ വുഖൂഫു ബി അറഫ, ലാൻഡ് ചെയ്യുക, പാർക്ക് ചെയ്യുക എന്നൊക്കെയാണ് വഖഫ, മൗഖിഫ് എന്നൊക്കെ പറഞ്ഞാൽ. അവിടെ അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കാം, ഇരിക്കാം, കിടക്കാം, ഉറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല.
അവിടെ ആ സ്പോട്ടിൽ ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് പറയൽ അങ്ങനെയാണെങ്കിലും ഉദ്ദേശിക്കുന്നത് അറഫ പ്രദേശത്ത് ഈ സമയം, അതായത് ദുൽഹജ്ജ് 9 ളുഹർ മുതൽ, ളുഹർ നമസ്കാരത്തിൻ്റെയോടൊപ്പം അസറും കൂടി നിസ്കരിക്കുക ചെയ്യുക ജമ്മു കസറുമായിട്ട്. അതിന്റെ ശേഷമാണ് ആ നൃത്തം അല്ലെങ്കിൽ അവിടെ കഴിയേണ്ട സമയം ആരംഭിക്കുന്നത്. അത് മുതൽ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് പിന്നെ അറഫ ഞാൻ പറഞ്ഞില്ല, അറഫയിൽ നിർത്തുന്നത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹ് ഖൈർ. ചോദ്യം ചോദിക്കുന്നവര് അവരുടെ പേരും സ്ഥലവും ഒന്ന് പറയണേ. ആമിന വാടാനപ്പള്ളി, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. അവിടെ എത്തിയവരാണോ ഇതൊക്കെ ഈ ചോദിച്ചവരൊക്കെ? ഇല്ല, എത്തിയോ? ഞാൻ നാട്ടിലാണ്. 18-ാം തീയതിയാണ് യാത്ര. ഓക്കെ ഓക്കെ. മക്കത്ത് മലയാളി അടുത്ത 10-ാം തീയതി തൊട്ടാണ് എത്തുന്നത്, ലാൻഡ് ചെയ്യുന്നത്. എത്തുള്ളൂ. ഓക്കെ ഓക്കെ. എല്ലാവരും നാട്ടിലായിരിക്കും ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം. ഹലോ, കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളി. ഹജ്ജില് ഇന്ന സൊഫ വൽ മറുവത്ത മിൻ ശാഇരില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതില് ഈ സൊഫയും മറുവയും അല്ലാതെ വേറെ എന്തെങ്കിലും അള്ളാഹുവിന്റെ ഷിയാറുകളായിട്ട് പറയപ്പെട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഷിയാർ എന്നതുകൊണ്ട് അതിന്റെ ആത്മീയമായിട്ടുള്ള അർത്ഥം എന്താണ്? അതിന്റെ ആശയം ഷിയാർ എന്ന് പറഞ്ഞാൽ ചിഹ്നം എന്നാണ്. മാർക്ക്, ഷിയാർ, മുദ്ര, ചിഹ്നം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സഫയും മറുവയൊക്കെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് എന്ന് അള്ളാഹു പറയാണ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോ ദീനിയായ പരിവേഷമുള്ള അങ്ങനത്തെ അടയാളങ്ങൾ ഒക്കെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഖുറാനില് ഇപ്പൊ ഇത് രണ്ടുമാണ് എടുത്തു പറയപ്പെട്ടിട്ടുള്ളത് അല്ലേ? അതെ അതെ അതെ, അതിൽ പെട്ടതാണെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം ഇനിയും ഉണ്ട് എന്നാണ്. പിന്നെ ഈ നമുക്ക് ഹജ്ജില് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും പലതും ഇപ്പോ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്, അതേപോലെ മാഷറ, പരലോകം, അങ്ങനെ പല രൂപങ്ങളിലായിട്ട് അതിനെ താരതമ്യപ്പെടുത്താറുണ്ട്. ഇതെല്ലാം കൃത്യമായി പിന്നെ പ്രമാണങ്ങളുടെ പിൻബലത്തോടു കൂടി തന്നെ ഉള്ള ആശയങ്ങളാണോ? അതല്ല അതൊക്കെ ഓരോ കാര്യത്തെ സംബന്ധിച്ചും പണ്ഡിതന്മാര് അതിലൂടെയൊക്കെ ഇന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് പറയുന്നതാണ്. ഹദീസിൽ അങ്ങനെ വന്നത്. ഉദാഹരണമായിട്ട് എല്ലാവരും ഒരേ ഡ്രസ്സ് അണിയുക, ഒരു മുണ്ട് ഉടുക്കുകയും ഒരു മുണ്ട് പുറക്കുകയും ചെയ്യുക. അപ്പൊ അത് എല്ലാ മുസ്ലിങ്ങളും എല്ലാവരും, മുതലാളിയും തൊഴിലാളിയും പാവപ്പെട്ടവനും അതോ ആരോഗ്യമുള്ളവനും പിന്നെ ചെറിയോനും വലിയോനും എല്ലാവരും ഒരേ മാതിരി അതൊക്കെ ആ ഓരോ ചടങ്ങിനെയും വിശേഷിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതാണ്. വ്യത്യസ്തമായ വായനകളാവാം, അതിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങളും നിഗമനങ്ങളും ഒക്കെ ആകാം. ഹജ്ജുമായി ബന്ധപ്പെട്ട് അതിന്റെ കർമ്മങ്ങളും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് മുൻഗണന നൽകിക്കോളി. നമ്മൾ 3/4 മണിക്കൂറാണ് ഉള്ളത്. പിന്നെ അതിലിപ്പോ കുറച്ച് സമയം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാം. അത് പ്രായോഗികമായി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതായിരിക്കും നന്നാവുക. അസ്സലാമു അലൈക്കും. ഈ നമ്മൾ 10-ാം തീയതി ദുൽഹജ്ജിനുള്ള കല്ലേറും പിന്നെ ത്വാഫും നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ശാരീരിക അസ്വസ്ഥത എന്തെങ്കിലും ആണെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് നീട്ടി വെക്കാൻ പറ്റുമോ? അതിനെപ്പറ്റി ഒന്ന് പറ. യഥാർത്ഥത്തിൽ ഈ സംഗതികളൊക്കെ അതാത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ ചെയ്യലാണ് ഏറ്റവും ഉത്തമം.
ഇപ്പൊ ജംറത്തുൽ അഖബക്ക് കല്ലെറിയേണ്ട ദിവസം എന്ന് പറയുന്നത് ദുൽഹജ്ജ് 10-നാണ്. മുസ്ദലിഫയിൽ രാപ്പാർത്ത് ദുൽഹജ്ജ് 10-ന്റെ അന്ന് രാവിലെയാണ് ജംറത്തുൽ അഖബക്ക് കല്ലെറിയേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീകളെ ഒപ്പം അവരെ വൃദ്ധരെ സംബന്ധിച്ചിടത്തോളം, രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂരെ അവരെ പരിചരിക്കാൻ സംരക്ഷിക്കാനും ഉള്ളവർക്കും മുസ്ദലിഫയിൽ മുഴുവൻ രാത്രി കഴിച്ചു കൂടണം എന്നില്ല. അവർക്ക് നട്ടപ്പാതിര കഴിഞ്ഞാൽ മുസ്ദലിഫയിൽ നിന്ന് അപ്പോൾ തന്നെ നട്ടപ്പാതിര കഴിഞ്ഞ് പോയിട്ട് ജംറത്തുൽ അഖബക്ക് കല്ലെറിയാം. അങ്ങനെ ഒരു അളവുണ്ട്. ഇനി ദുൽഹജ്ജ് 10-ന്റെ അന്ന് ഒരാൾക്ക് പോകാൻ പറ്റിയില്ല, രോഗം പിടിച്ച് കിടപ്പിലായിപ്പോയി, പകരം വേറൊരാളെ പറഞ്ഞേക്കാനും പറ്റിയില്ല എങ്കിൽ മറ്റൊരു അന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് ഏത് സമയത്തും പോകാം. ഇനി അന്നും ഇങ്ങനെ കിടപ്പിലായി പോകണമെങ്കിൽ പിറ്റേന്ന് പോയിട്ടും ചെയ്യാം, അത് പ്രശ്നമല്ല. തവാഫും അതുപോലെ തന്നെ. തവാഫ് നിങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തവാഫുൽ വദാവും തവാഫുൽ ഇഫാലക്കും ഒക്കെ പകരം അവസാനം ഒരു തവാഫ് ചെയ്യാനേ അവസരം കിട്ടിയുള്ളെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം. ചോദ്യങ്ങൾ ആർക്കും ഇല്ലെങ്കിൽ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ചിലപ്പോ കുറെ ക്ലാസ്സുകളൊക്കെ കേട്ടത് കൊണ്ട്. വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി. തവാഫുൽ വിദാ പിന്നെ എന്താണ് നേരത്തെ ചെയ്തതിന് ശേഷം തവാഫുൽ വിദാ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ മക്കത്ത് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. തവാഫുൽ വിദാ ചെയ്ത പിന്നെ ഹറമിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതിനുശേഷം ഒരിക്കലും ഹറമിലേക്ക് പോകരുത് എന്ന് പറയാറുണ്ട്. അതില് എത്രത്തോളം സാധൂകരണം ഉണ്ട്? ഈ തവാഫുൽ വദാ എന്ന് പറഞ്ഞാൽ തന്നെ യാത്ര പറയുന്ന തവാഫ്, വിടവാങ്ങുന്ന തവാഫ്. നിങ്ങളിപ്പോ എന്റെ വീട്ടില് അതിഥിയായിട്ട് വന്നു, ഞാനപ്പോ എന്നാ പോട്ടെ, ഞാൻ പോട്ടെ, ഇനി ഇൻഷാ അല്ലാഹ് പിന്നീട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. നിങ്ങളെ ഞാൻ യാത്രയാക്കി. പിന്നെ കുറച്ച് രാവിലെയാണ് യാത്ര ആക്കുന്നത്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ എന്റെ വീട്ടിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറി വന്നാലോ? അപ്പൊ യാത്ര ആക്കുക എന്ന് പറയും അതിന്. അപ്പൊ തവാഫുൽ വദാ എന്ന് പറഞ്ഞാൽ ഒരാൾ മക്ക വിടുന്നതിന് മുമ്പ്, നാട്ടിൽ നിന്നൊക്കെ ചെന്ന ഒരാള്. അഡ്മിൻ ഒന്ന് മ്യൂട്ട് ആക്കണേ ബാക്കിയുള്ളവരെ. ഓക്കെ, തുടർന്നോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പോ ഒരാള് മക്ക വിടുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം ഇപ്പൊ യാത്ര പോരുകയാണ്, മക്കയിൽ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അവസാനമായിട്ട് ചെയ്യുന്നത് കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാള് പിന്നെ തവാഫുൽ വദാ കഴിഞ്ഞ് പിന്നെ ജിദ്ദ കാണാൻ പോയി, തായിഫ് കാണാൻ പോയി, ഇറാഖ് കാണാൻ പോയി. അപ്പൊ അതിന്റെ അർത്ഥം അയാള് മക്കയോട് വിട വാങ്ങിയിട്ടില്ല എന്നാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടാണ് അയാൾ തവാഫുൽ വദാ ചെയ്യേണ്ടത്. റൗളയിൽ ചെല്ലുമ്പോൾ പുതിയ ഡ്രസ്സ് ഇടണമെന്ന് പറയുന്നത് അത് ശരിയാണോ? അങ്ങനെ കുറെ നാടൻ മദ്ഹബുണ്ട്, അതിലൊന്നും ഒരു അന്തമില്ല. എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എങ്ങനെ കിട്ടുക? ഇങ്ങനത്തെ കുറെ അന്തല്ലാത്ത, ഒരു മദ്ഹബിലും ഇല്ലാത്ത നമ്മളെ നാട്ടിലുള്ള കുറെ പായാര ഫത്വകളാണ് അതൊക്കെ. പുതിയ ഡ്രസ്സ് ഇടണം, എവിടുന്ന് ആയത് ആളുകൾ അതൊക്കെ അമ്മാരി ബടായും പറഞ്ഞ് നടക്കല്, മനുഷ്യന്മാരടങ്ങാറാക്കാൻ. പിന്നെ പള്ളി പോകുമ്പോഴും പിന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നല്ല ഡ്രസ്സ് അണിയുക, വൃത്തിയുള്ള അണിയുക എന്നുള്ളത് അത് ഖുർആൻ പഠിപ്പിച്ചതാണ്, അള്ളാഹു കൽപ്പിച്ചതാണ്. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. അപ്പൊ അതിൽ സ്വാഭാവികമായും സ്വർഗത്തിൽപ്പെട്ട ഒരു തോപ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വൃത്തിയും വെടുപ്പും ഉള്ളത് അണിയുക എന്നത് നല്ല കാര്യമാണ്. അത് സവിശേഷം പുണ്യമുള്ള കാര്യം തന്നെയാണ്. അതേസമയം പുതിയത് അണിയണം എന്നുള്ളതിന് ഒരു അടിസ്ഥാനമില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. വിദാവിന്റെ തവാഫ് നാട്ടിൽ നിന്ന് വരുന്നവർക്കാണ്. സൗദിയിൽ നിന്ന് ഹജ്ജ് ചെയ്യുന്നവർക്ക് വിദാവിന്റെ തവാഫ് ഇല്ലേ? ഉണ്ട്, സൗദിയിൽ നിന്ന് കൊടുക്കാം. മക്കയിൽ താമസിക്കുന്നവർക്ക് ഇല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അവര് മക്ക വിട്ടു പോകുന്നില്ലല്ലോ.
ജിദ്ദക്കാർക്ക് ഉണ്ടാവും. വേറുള്ള ഓ ഉണ്ടാവും. ജിദ്ദക്കാർക്ക് ഉണ്ടാവും, സ്വാഭാവികമാണ്. ജിദ്ദക്കാരൊന്നും മക്കാരല്ലല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ മൊയ്തീൻ കുട്ടി തളിപ്പറമ്പിന്നാണ്. പിന്നെ നമുക്ക് ഷൂ ഉപയോഗിക്കാൻ പറ്റുമോ? ഷൂ ഉപയോഗിക്കാൻ പറ്റൂല. ഇല്ല, ഷൂ ഉപയോഗിക്കാൻ പറ്റൂല. ചെരുപ്പേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ? ആ മടമ്പ് മറിയുന്നുണ്ടായിരിക്കും അല്ലെ ഷൂവിന്റെ ഭാഗം? അതായത് അവയവങ്ങളുടെ ആകൃതിയിലുള്ളത് സോക്സ്, ഷൂ ഇതൊന്നും പറ്റൂല. എന്നാ ചില ഷൂന്റെ മുൻഭാഗവും പിൻഭാഗവും ഒക്കെ മുറിച്ചിട്ട് കാലിന്റെ മുൻഭാഗവും കാണും പിൻഭാഗവും കാണും ഓട്ടമുള്ള അങ്ങനത്തെ പറ്റും. അങ്ങനത്തെ ചെരുപ്പായാലും കുഴപ്പമില്ല. അറഫയിൽ നമ്മൾ മഗ്രിബ് വരെയല്ലേ അവിടെ നിൽക്കുക? അപ്പൊ പിന്നെ മഗ്രിബ് നിസ്കാരം എവിടെ നിസ്കരിക്കുക? മുസ്ദലിഫയിൽ എത്തിയതിന് ശേഷം. അറഫയിൽ നിന്ന് നിസ്കരിക്കാതെ നിൽക്കലാണ് സുന്നത്ത്. അറഫയിൽ നിന്ന് മഗ്രിബോട് കൂടി മഗ്രിബ് വാങ്ങി കൊടുത്താൽ അറഫയിൽ നിന്ന് നേരെ മുസ്ദലിഫയിലേക്ക് നീങ്ങണം. മുസ്ദലിഫയിൽ എത്തിയാൽ, അത് എത്ര വൈകിയാലും കുഴപ്പമില്ല, മുസ്ദലിഫയിൽ എത്തിയാൽ ആദ്യം മഗ്രിബ് 3 റക്അത്ത് ബാങ്കും ഇഖാമത്തും കൊടുത്ത് സലാം വീട്ടിയതിന് ശേഷം ഇഖാമത്ത് മാത്രം കൊടുത്ത് 2 റക്അത്ത് ഇശാവും നിസ്കരിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മഷ്കൂർ. മുസ്തലിഫയിൽ നിന്ന് നേരെ മീനയിലേക്ക് വന്നിട്ടാണോ ജംറയിലേക്ക് പോവുക, അതോ മുസ്തലിഫയിൽ നിന്ന് നേരെ പോവുക ജംറയില്? ഈ മിനയിലാണ് ജംറ. മിനയിലേക്ക് പോവാന്നാണ്, ജംറയിലേക്ക് പോവാന്നാണ്, മിനയിലേക്ക് പോവാന്നാണ് അതിന്റെ അർത്ഥം. മിനയിലെ ഒരു 3 സ്തൂപങ്ങളാണ് ഈ ജംറ. 3 ജംറ ഉണ്ട്, ഒക്കെ മിനയിലാണ്. മീന ടെന്റിലേക്ക് തിരിച്ചു പോണെന്നല്ല പറയണല്ലേ? ജംറയിൽ എറിയണ സമയം വഹറിന് ശേഷമാണ് ഒരു ക്ലാസ്സിൽ കേട്ടിരുന്നത്. അത് 11, 12, 13 ദിവസങ്ങളിലെ ജംറയിൽ എറിയാന്നുണ്ടല്ലോ. 3 ജംറക്കും എറിയണം. ദുൽഹജ്ജ് 10ന്റെ അന്ന് ജംറത്തുൽ അഖബക്ക് അഥവാ കഅബയോട് അടുത്ത് നിൽക്കുന്ന ജംറക്ക് മാത്രമേ ദുൽഹജ്ജ് 10ന് എറിയേണ്ടതുള്ളൂ. നിങ്ങൾ ചെല്ലുമ്പോൾ കാണാം എല്ലാ ജംറക്കും ആളുകൾ എറിയുന്നത്. അത് കിട്ടിയ ചാൻസിന് എറിയന്നെ. ദീനുമായിട്ട് ബന്ധമൊന്നുമില്ല അതിന്. പോലീസുകാർ പറയണ്ട ഇവിടെ എല്ലാം എറിയേണ്ട, അപ്പുറത്താ എറിയേണ്ടതെന്നൊക്കെ പറയണ്ട. മനുഷ്യന്മാരാണെന്ന് പറഞ്ഞാൽ കേൾക്കൂല. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ നിന്ന് ചെല്ലുന്ന ആളുകൾ കിട്ടിയ ചാൻസിൽ എത്രയും പൈസയും മുടക്കി വാങ്ങിയാൽ കടക്കട്ട കയറി എന്നിട്ട് എറിയണ കാണാം. നിങ്ങൾ അതിന് നിൽക്കണ്ട. ദുൽഹജ്ജ് 10ന്റെ അന്ന് ജംറത്തുൽ അഖബക്ക് മാത്രം എറിഞ്ഞാൽ മതി. ആ ദുൽഹജ്ജ് 10ന്റെ അന്ന് എറിയുമ്പോൾ നിങ്ങൾ അവസാനത്തെ ജംറക്കാണ് എറിയേണ്ടത്. നിങ്ങൾ മുസ്ദലിഫയിൽ നിന്നാണ് മിനയിലേക്ക് പോവുക, ജംറയിലേക്ക് പോവുക. അപ്പൊ ആദ്യം കാണുന്നതിന് എറിയരുത്, രണ്ടാമത് കാണുന്നതിനും എറിയരുത്, മൂന്നാമത് കാണുന്നതിനാണ് എറിയേണ്ടത് 7 കല്ല്. അത് രാവിലെയാണ് എറിയുന്നത്. വൈകുന്നേരം എറിഞ്ഞാലും കുഴപ്പമില്ല, രാത്രി എറിഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾ അന്ന് എറിഞ്ഞാൽ ഏറ്റവും നല്ലത്. അതേസമയം ദുൽഹജ്ജ് 11, 12 ഇനി 13 അവിടെ മിനയിൽ തന്നെ താമസിക്കുകയാണ്. ഈ 13 കൂടി ഈ 3 ദിവസങ്ങളിലും 3 ജംറക്കും എറിയണം. ഓരോ ജംറക്കും 7 കല്ലുകൾ വീതം എറിയണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞത് ളുഹറിന്റെ ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് എറിയുന്നതാണ് സുന്നത്ത്. എന്നാൽ ഇന്ന് തിരക്കൊക്കെ പരിഗണിച്ച് വല്ലാതെ പ്രയാസം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ട് നേരത്തെ പോയി എറിഞ്ഞാൽ അത് അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. ഞാൻ പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ഒരു സംശയമാണ്. നമ്മള് ഇറങ്ങുമ്പോ സുബഹിക്ക് മുമ്പായിട്ട് ഇറങ്ങുന്നത്, അന്നേരം നമ്മള് വളുവിന്റെ സുന്നത്ത് നിസ്കാരമാണോ നിസ്കരിക്കുന്നത്, യാത്രയുടെ സുന്നത്ത് നിസ്കാരമാണോ? യാത്ര പുറപ്പെടുന്നതിന്റെ മുമ്പായി ഒളു എടുത്തതിന്റെ സുന്നത്തായാൽ തിരക്കുകളില്ല. ഇനി യാത്ര പുറപ്പെടുന്നതിന്റെ മുമ്പായിട്ട് നിസ്കരിക്കാന്നാണ്. 2നും 1 മതി. നമ്മള് അറഫയിലും മിനയിലും ഒക്കെ നിൽക്കുമ്പോ ജമ്മും കസറാക്കി നിസ്കരിക്കുമല്ലോ. അപ്പൊ കസറാക്കി നിസ്കരിക്കുമ്പോ നമുക്ക് റവാത്തീബ് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അതായത് അറഫയിലും മിനയിലും എല്ലായിടത്തും ജമ്മും കസറും ഇല്ല. നല്ലോണം ഓർമ്മിച്ച് വെച്ചോളി. അറഫയിൽ ദുൽഹജ്ജ് 9ന്റെ അന്ന് അറഫയിൽ ആകെ ളുഹറും അസ്റും ആണുള്ളത്. അത് ജമ്മും കസറുമാണ്. പിന്നെ അന്നേ ദിവസം ദുൽഹജ്ജ് 9ന്റെ അന്ന് ഇശ നമസ്കരിക്കുന്നത് മഗ്രിബ് ഇശായോട് പിന്തിച്ച് ജമ്മാക്കിക്കൊണ്ടാണ്. അവിടെയും ജമ്മും കസറുമാണ്. എന്നാൽ ദുൽഹജ്ജ് 8ന്റെ അന്നും
ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിലും മിനയിൽ തന്നെയാണ് താമസിക്കുക. പ്രത്യേകിച്ച് 11, 12 ദിവസങ്ങളിൽ 24 മണിക്കൂർ മിനയിൽ തന്നെയാണ്. അപ്പോൾ ഓരോ നമസ്കാരവും അതാതിന്റെ സമയത്ത് തന്നെയാണ് നിർവഹിക്കേണ്ടത്. 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായി കസറാക്കി നമസ്കരിക്കുന്നത് നബിയുടെ സുന്നത്താണ്. മിനയിൽ മാത്രം കേട്ടോ. അതെ, അപ്പൊ കെസറാക്കി നമസ്കരിക്കുമ്പോ നമ്മള് റവാത്തീബ് സുന്നത്തുകളൊക്കെ നിസ്കരിക്കേണ്ടതുണ്ടോന്നാ ചോദിക്കണത്. 4 റക്അത്ത് ലോറിന്റെ മുമ്പ് അസറിന്റെ മുമ്പ് അങ്ങനെ നിസ്കരിക്കണോ? ഫറള് നമസ്കാരം തന്നെ കുറക്കുകയാണ്. എപ്പോഴും ഫറളിനാണ് സുന്നത്തിനേക്കാൾ കൂലി. അപ്പൊ അതുകൊണ്ട് ഫറള് നമസ്കാരം തന്നെ നമ്മൾ കുറക്കുകയാണ്. അപ്പോൾ പിന്നെ ലോഹറിന്റെ മുമ്പുള്ള സുന്നത്തും ലോഹറിന്റെ ശേഷമുള്ള സുന്നത്തും നിസ്കരിക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ലോഹർ 4 റക്അത്ത് നിസ്കരിക്കലാണ് അഫ്ളല്. അതേസമയം വിത്ർ നമസ്കരിക്കുക, തഹജ്ജുദ് വിത്രൊക്കെ ഒരാള് യാത്രയിലായാലും നമസ്കരിക്കുന്നത് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലും അത് ഒഴിവാക്കിയിട്ടില്ല. അതേപോലെ ഒരു സംശയം ചോദിച്ചു പ്രസാദ്. ഫസ്റ്റ് തഹല്ലുലായി കഴിഞ്ഞാല്, ഭാഗികമായ തഹല്ലുലായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇഹ്റാമിന്റെ ഡ്രസ് ഒഴിവാക്കാൻ പറ്റുമോ പുരുഷന്മാർക്ക്? അതുകൊണ്ട് തന്നെ ഭാഗികമായ തഹല്ലുൽ എന്ന് പറയുന്നത്. തഹല്ലുൽ 2 എണ്ണാണ്. ഇഹ്റാമിൽ നിഷിദ്ധമായ എല്ലാ സംഗതികളും അനുവദനീയമാകുന്നതാണ് തഹല്ലുൽ, പൂർണ്ണമായ തഹല്ലുൽ. അതായത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ അവർ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പോലും അനുവാദം ഉണ്ടാവും പൂർണ്ണമായും തഹല്ലുലായ. ഭാഗികമായ തഹല്ലുല് എന്ന് പറഞ്ഞാൽ അവർക്ക് സാധാരണ ഡ്രസ്സിൽ അത്തർ പൂശാം, നഖം മുറിക്കാം, മുടി വെട്ടാം, സോപ്പ് തേക്കാം, കുളിക്കാം, എല്ലാം ചെയ്യാം, ഭാര്യ ഭർത്തൃ സംസർഗം ഒഴികെ. അപ്പൊ ഉസ്താദെ, നമ്മളിപ്പോ തവാഫുൽ ഇഫാദ ചെയ്യാൻ പോകുമ്പോഴും ഇഹ്റാമിന്റെ ഡ്രസ്സ് വേണമെന്ന് നിർബന്ധമില്ല അല്ലെ? ഇല്ലല്ല, നിങ്ങൾ കേട്ടോ, ദുൽഹജ്ജ് 10 അന്ന് ബലിയറുക്കലും മുടിയെടുക്കലും. ദുൽഹജ്ജ് 10 അന്ന് ജംറത്തുൽ അഖബക്ക് കല്ലെറിയുക, ബലിയറുക്കുക, മുടിയെടുക്കുക. ഇത് 3 എണ്ണം ചെയ്യുന്നുണ്ട്. ബലി അറുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ അറുക്കുന്നത് പ്രയാസമാവും. അതുകൊണ്ട് അവിടെ നിങ്ങൾ പൈസ ഏൽപ്പിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് തഹല്ലുലായി. ഇനി ഒരാള് മുടിയെടുത്തില്ല, ജംറത്തുൽ അഖബക്ക് കല്ലെറിഞ്ഞ് നേരെ തവാഫുൽ ഇഫാദ ചെയ്ത് കഴിഞ്ഞോടുകൂടിയും അവർക്ക് തഹല്ലുലായി. തഹല്ലുൽ 1ാം തഹല്ലുലായി. അപ്പൊ 3 എണ്ണത്തിൽ 2 എണ്ണം ചെയ്താൽ തഹല്ലുൽ അവ്വലായി. 3 കാര്യങ്ങളും ചെയ്താൽ പൂർണ്ണമായും തഹല്ലുലായി. അടുത്ത ചോദ്യം. ജംറയില് കല്ലെറിയുന്നിടത്തെ ഇപ്പോ നിലവില് താഴെക്കൂടെ തന്നെ പോവാൻ ആളുകള് താല്പര്യപ്പെടാറുണ്ട്. പാലത്തിന്റെ മുകളില് നമ്മള് എവിടെ കല്ലെറിയേണ്ടത് എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുക. അവിടുത്തെ ഗവൺമെന്റ്, അവിടുത്തെ സംവിധാനങ്ങളുമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വഴി കൂടെ പോയ ആ വഴിയിലുള്ളവർ മുഴുവൻ ഇന്ന ഫ്ലോറിൽ കല്ലെറിയണമെന്ന് തീരുമാനിച്ചിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. അത് താഴെക്കൂടെ തന്നെ പോയിട്ട് ജംറയിൽ കല്ലെറിയണമെന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവാറുണ്ട്. അവരോട് എന്താ പറയാൻ സാധിക്കുക? അങ്ങനെ വിചാരിച്ചാലൊന്നും എളുപ്പം കഴിയൊന്നുമില്ല. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് കൂടി പോകണമെന്ന് നമ്മൾ വിചാരിച്ചാലൊന്നും ചിലപ്പം കഴിഞ്ഞോളന്നില്ല. ഒരു നടത്തമാണ്. മിനയിൽ നിന്ന് ജംറത്തുൽ അഖബ ടെന്റിൽ നിന്ന് ജംറയിലേക്ക് കല്ലെറിയാൻ വേണ്ടി ഇനി മുസ്ദലിഫ എന്നുള്ള നടത്തത്തിന് ഒരു നടത്തമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച ഒരു ഒഴുക്കാണ്. അപ്പൊ ചിലപ്പോൾ പോലീസുകാര് താഴോട്ടേക്ക് തിരിച്ചുവിടും, ചില മേലോട്ടേക്ക് തിരിച്ചുവിടും. അപ്പൊ എങ്ങനെ ഓരോരുത്തരെ നസീബ് പോലെ ഇരിക്കും അത്. അല്ല, ഇത് അഫ്ളലാണ് താഴെ എറിയല് എന്നുള്ള ഒരു ചിന്താഗതി എന്ന് വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെ അഫ്ളൽ ചിന്താഗതി ചിന്തിച്ചിട്ട് കാര്യമില്ല. പോലീസുകാർ തിരിച്ചു വിടുന്നതനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ. ഒരാൾ ഞാൻ അഫ്ളലാന്ന് പറഞ്ഞാൽ താഴെ കൂടി അങ്ങനെ പോകാനൊന്നും കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയതുകൊണ്ടായി പറയുന്നത്. അതേപോലെ മിനായിൽ നിന്ന് നമ്മൾ ദുൽഹജ്ജ് 8-ന് അറഫയിലേക്ക് പുറപ്പെടുമ്പോ ഏത് സമയത്താ പുറപ്പെടുക? ഏത് സമയത്തും പുറപ്പെടാം. രാത്രി മിനായിൽ രാവിലെ പുറപ്പെടലാണ് നല്ലത്. അതായത് ദുൽഹജ്ജ് 9-ന് രാവിലെ പുറപ്പെടലാണ് നല്ലത്. പക്ഷെ ഒരാൾ അതിന്റെ മുന്നേ തന്നെ പോയാൽ കുഴപ്പമൊന്നുമില്ല. കാരണം ദുൽഹജ്ജ് 8-ന് അന്ന് മിനയിൽ താമസിക്കുക എന്നത് സുന്നത്തായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരാൾ ചെയ്തില്ല നോക്കുക, എന്നാൽ ഒരു കുഴപ്പമില്ല.
അസ്സലാമു അലൈക്കും. ദുൽഹജ്ജ് 10 അന്നത്തെ കല്ലേറ് അന്ന് നടത്താൻ പറ്റിയില്ല, അസുഖം കാരണം. അപ്പൊ 11 എറിയുമ്പോ 11 ആദ്യം അപ്പൊ നിങ്ങൾ തുടക്കം മുതൽ ഇതിലുണ്ടോ? തുടക്കം മുതൽ ഈ ഗ്രൂപ്പിലുണ്ടോ നിങ്ങള്? ഇല്ല. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അത് എപ്പോഴും അറിയാം, അസുഖമാണെങ്കിൽ എപ്പോഴും അറിയാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം. അർഫലിന് മുസ്തലിഫയിലേക്ക് നടന്നു വരുമ്പോൾക്ക് സുബഹി ബാങ്ക് കൊടുത്ത് അപ്പൊ രാപ്പാർക്കാത്തതിന് എന്താ ചെയ്യാ? മുസ്ദലിഫയില് കുറച്ച് സമയം നിങ്ങൾ രാത്രി അവിടെ ഉണ്ടായാൽ മതി. അപ്പോ ആ രാപ്പാർത്തതിന്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടും. അതിന്റെ വാജിബ് കൂടും ചെയ്യും ഇൻഷാ അല്ലാഹ്. അവിടെ എത്തുമ്പോഴേക്ക് സുബഹി ബാങ്ക് കൊടുത്താൽ അങ്ങനെ കൊടുക്കൂല. നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്? നിങ്ങളിപ്പോ ഇന്ത്യയിൽ ഇന്നൊരു ചിന്തിക്കണല്ലേ അത്. അങ്ങനത്തെ അറഫേന്ന് മുസ്ദലിഫയ്ക്ക് എത്താൻ അത്ര പണിയൊന്നുമില്ല. ഇനി അഥവാ ബസ് കിട്ടാതായി പോയ ബസ് വഴിയിൽ കേടുവരിക, അങ്ങനെ നമ്മളെ നാട്ടിലത്തെ കേടുവരുന്നായിരുന്നു അവിടെ കേടുവരില്ല. ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചു നിൽക്കുക, എന്നാൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ മുസ്ദലിഫയെ കൂടെയാണ് ഇതിലേക്ക് വരിക. എന്തായിരുന്നാലും സുബൈയുടെ മുമ്പേ എന്താവും, നിങ്ങൾ മുസ്ദലിഫയിൽ എത്തും. മുസ്ദലിഫയിൽ എത്താതെ മിനയിലേക്ക് പോകാൻ കഴിയില്ല, ഏതെങ്കിലും അർത്ഥത്തിൽ എത്തും. ഇനി അഥവാ അങ്ങനെ നിങ്ങളുടെ കാരണം കൊണ്ട് അല്ലാതെ എത്താൻ പറ്റിയില്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാരണം കൊണ്ട് അല്ലാതെ എത്താൻ പറ്റാത്തതിന്റെ പേരിൽ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം ഫുഖഹാക്കൾ പറയുന്നത്. മുസ്ദലിഫയിലെ രാപ്പാർക്ക എന്ന് പറഞ്ഞാൽ വാജിബായ സംഗതി ആയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് ഫിദിയ കൊടുക്കണം എന്ന് ഏറെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നതിൽ നിന്ന് ഇളവുണ്ട്. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, മുസ്ദലിഫയിൽ താമസിക്കാതെ രാപ്പാർക്കാതെ മുസ്ദലിഫയിൽ നിന്ന് നേരിട്ട് അവര് ജംറക്ക് കല്ലെറിയാൻ പോയാലും കുഴപ്പമൊന്നുമില്ല. നബി അതിൽ അവർക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ നിസ്കാരം നിങ്ങൾ വഴിയിൽ വല്ലാതെ വൈകിപ്പോയി സുബയായിപ്പോന്ന് ഭയപ്പെടുകയാണെങ്കിൽ മഗ്‌രിബും ഇശായും നിങ്ങൾ വഴിയിൽ വെച്ച് എവിടെയാണോ സൗകര്യപ്പെടുന്നത് അവിടെ വെച്ച് നിസ്കരിക്കണം. അത് മറന്നു പോയരുത് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വീട്ടിൽ നിന്ന് 7 മണി 7:30 ഇറങ്ങുമ്പോഴത്തേക്ക് ഇത്ര നിസ്കരിച്ചിട്ട് ഇറങ്ങിയാൽ മതിയോ? യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണോ? രാത്രി ഉദ്ദേശിക്കുന്നത് രാവിലെ 7 മണി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ, സുബൈ കഴിഞ്ഞ് രാവിലെ 7 മണി ഇറങ്ങുമ്പോൾ നിങ്ങൾ ദുഹാ നിസ്കരിച്ചോളി. ദുഹാ നിസ്കരിക്കുന്ന ടൈമാണ്. 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചിട്ട് ഇറങ്ങിക്കോളി. പിന്നെ യാത്രയുടെ സുന്നത്ത് നിസ്കാരം വേണ്ടല്ലോ അല്ലേ? അത് ഏതെങ്കിലും ഒന്ന് മതി. എല്ലാത്തിനും ഒന്ന്. യാത്രയുടെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുന്ന അത് ദുഹാന്റെ സമയത്താണ് ദുഹാ നിസ്കരിക്കുക. വിത്തറിന്റെ സമയത്താണെങ്കിൽ വിത്തർ നിസ്കരിക്കുക. ഇനി ഏതെങ്കിലും ഫർള് നിസ്കാരത്തിന്റെ ശേഷമുള്ള സമയമാണെങ്കിൽ ആ റവാത്തിബ് സുന്നത്തും ഈ നിയത്തിൽ ചെയ്താൽ മതി. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദുൽഹജ്ജ് 10 അന്ന് ബലിയറുക്കല് ദുൽഹജ്ജ് 10 അന്ന് ഒരു ഹജ്ജിന്റെ ഒരു ചടങ്ങാണോ, ഒരു കർമ്മമാണോ അത്? മുതമത്തിയായി ഹജ്ജ് ചെയ്യുന്നവരും ഖാരിനായി ഹജ്ജ് ചെയ്യുന്നവരും ബലി അറുക്കൽ നിർബന്ധമാണ്. അഥവാ ഹജ്ജിന്റെ ഭാഗമാണ്. അത് ഖുർആനിൽ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകത്തെ അറുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഹജ്ജിന്റെ ഭാഗമാണ്. എന്നാൽ ഹജ്ജ് മാത്രമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ മക്കയിലൊക്കെ പല പ്രാവശ്യം ഹജ്ജ് ചെയ്തവര്, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളണ്ടിയർമാരായിട്ട് പോകുന്ന ആളുകൾ, ഹജ്ജ് ചെയ്യിപ്പിക്കുന്ന ട്രാവലിന്റെ ആളുകൾ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് മാത്രമാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർ ബലി ഇറക്കേണ്ടതില്ല. അത് ഹജ്ജിന്റെ ഭാഗം. ഇഫ്റാദായിട്ട് ഹജ്ജ് ചെയ്യുമ്പോൾ. അപ്പൊ ഉസ്താദെ ഞാൻ പറയുന്ന ഈ തമത്ത് ആയ ഹജ്ജില് ഒരു ഫിദിയായിട്ടാണ് നമ്മൾ ഈ അറവ് അറക്കുന്നത് എന്ന് പറയുന്നത്. അത് ആളുകൾ എന്തും പറഞ്ഞോട്ടെ, അതൊന്നും വിഷയമല്ല. പേരെന്ത് പറഞ്ഞാലും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ന്യായമൊക്കെ പറഞ്ഞോട്ടെ. നിങ്ങൾ അത് നോക്കണ്ട. മുതമത്തിയായ ഹജ്ജ് ചെയ്യുന്ന ആള് എന്തായിരുന്നാലും എന്താക്കണം, അയാൾ ബലി ഇറക്കണം. ഒരാൾ ഗ്ലാസ്സിൽ കാപ്പിപ്പൊടി കലക്കി കുടിച്ച് ചായ എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞോട്ടെ, അയാൾക്കൊരു സമാധാനത്തിന്. സംഗതി കുടിച്ചത് കാപ്പിയാണല്ലോ. ഓക്കെ. തവാഫുൽ ഇഫാദക്ക് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ നമുക്ക് റൂമിൽ കയറണം എന്നുണ്ടെങ്കിൽ കയറാൻ പറ്റുമോ? നമുക്ക്
വിശ്രമിക്കാനോ എന്തെങ്കിലും? ഏത് സമയത്ത് നിങ്ങൾക്ക് പോകാം റൂമിൽ. ഹജ്ജിന്റെ ഇടയിൽ റൂമിൽ പോകാൻ പാടില്ല എന്നുള്ള നിയമമൊന്നുമില്ല. ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങളായിട്ട് നിങ്ങൾ പഠിച്ചിക്കണോ റൂമിൽ പോകാൻ പാടില്ല എന്ന്? പക്ഷെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കൂല അങ്ങനെ പോകാന്ന് വിചാരിച്ചാൽ. ഇവിടുന്ന് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് കടയിൽ പോണമായിരുന്നു, അങ്ങനെ റൂമിലേക്ക് അങ്ങോട്ട് പോക്കൊന്നും നടക്കൂല എന്ന് മാത്രം. പോണേനൊരു തടസ്സമില്ല, അതിന് ഹജ്ജിനെ അത് ബാധിക്കൂല. തവാഫ് ചെയ്ത് കൊണ്ടിരിക്കെ റൂമിൽ പോകണം തോന്നിയാൽ വന്നിട്ട് വീണ്ടും തവാഫ് ചെയ്യേണ്ടി വരും മാത്രം. ഏത് ചുറ്റ്. ഓക്കെ. ഇനി നമുക്ക് 5 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ 5 മിനിറ്റ് കൂടി. ഉംറന്റെ ഇഹ്റാം പിന്നെ നിയത്ത് എയർപോർട്ടിൽ നിന്ന് ചെയ്യണോ അതോ മീക്കാത്ത് നിന്ന് ചെയ്യുന്നോ? ഏതാണ് ശരിയായ രീതി? ഫ്ലൈറ്റിൽ പോകുന്നതായതുകൊണ്ട് മീക്കാത്ത് നിന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ. അത് വിമാനം അതിന്റെ മുകളിലൂടെ പറക്കുമ്പോ അനൗൺസ് ചെയ്യുന്നൊക്കെ പറഞ്ഞത്. അത്രയും സ്പീഡിൽ പറക്കുന്നില്ല. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നിയത്ത് ഇഹ്റാമിൽ പ്രവേശിച്ചോളി, അതാ നല്ലത്. ശരി ശരി. അസ്സലാമലൈക്കും. ഉസ്താദേ, അതെ, ഞങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് ഒരുക്കി എയർപോർട്ട് വരെ എത്തുന്ന രീതിയിലേ ഞങ്ങളുടെ എന്താണ് പറയാ ഇഹ്റാം ചെയ്യാനുള്ള അല്ലെങ്കിൽ കുളിക്കാനുള്ള നെയ്യത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഞങ്ങളൊന്ന് എയർപോർട്ടിൽ എത്തുന്നവരെ ഉള്ളൊന്നൊരു വണ്ടിയിൽ കയറുമ്പോഴൊക്കെ ഒന്നുള്ളൊരു ഒരൊഴുക്കിലൊന്നിങ്ങനെ ഒന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങള് ഹജ്ജ് ക്യാമ്പില് കുളിക്കാനും മാറ്റാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ? ഉണ്ടാകുന്നാണ് പറഞ്ഞത്, പക്ഷെ അത് ഉറപ്പുണ്ടോന്നൊരു സംശയം. ഗവൺമെന്റിലാണ് പോണത്. അതെ, ഗവൺമെന്റ് പോകുന്നവർക്കാണ് ഹജ്ജ് ഹൗസ് ഉണ്ടാവുക. കരിപ്പൂരുണ്ട്, എറണാകുളം, കൊച്ചിയിലുണ്ട്, കണ്ണൂരുണ്ട്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ കുളിച്ചു മാറ്റിയാൽ മതി. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ മാത്രമേ, കാരണം അവിടെ നിങ്ങൾ കുറെ സമയം ചിലപ്പോൾ ഒരു ദിവസം മുന്നേ ഒക്കെ പോകേണ്ടി വരും. അങ്ങനെ കഴിഞ്ഞൊല്ലൊക്കെ കണ്ടത്. ഒരു ദിവസം മുന്നേ ഒക്കെ പോയിട്ട് ഹജ്ജ് ക്യാമ്പിൽ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ബാത്റൂം ഒക്കെ അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്താൽ മതി. അതിനു മുമ്പ് നമ്മൾ സുന്നത്ത്, യാത്രയ്ക്ക് മുമ്പുള്ള സുന്നത്ത് കുളിയാണ് കുളിക്കേണ്ടത് അല്ലെ? ആദ്യം യാത്രക്ക് മുമ്പ് അങ്ങനെ സുന്നത്ത് കുളിയൊന്നുമില്ല. പിന്നെ മൗലിയമാർക്ക് ഒരു ഗ്രേഡ് കൂടാൻ വേണ്ടി ഓൾക്ക് പറ്റിയിടത്തിലൊക്കെ ഓരോ സുന്നത്ത് ഇങ്ങനെ പാസ്സാക്കും അവരെ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇഹ്റാമിന്റെ മുമ്പ് കുളിക്കുന്നത് സുന്നത്താണ്. അത് നിങ്ങൾ എയർപോർട്ടിൽ ഹജ്ജ് ക്യാമ്പിൽ സൗകര്യം ഉണ്ടാവും, അവിടെ നിന്ന് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നമ്മുടെ നാട്ടില് എല്ലാ വർഷവും ബലിയർക്കുന്നവരാണെങ്കിൽ ഹജ്ജ് ചെയ്യുമ്പോ ഇവിടുന്ന് അർത്താൽ മതിയോ, അതോ ഇവിടെ നാട്ടിൽ അർത്താല് ഇതിൽ പറ്റുമോ? ഓ, നിങ്ങൾക്ക് രണ്ടും ചെയ്യാം. അവിടെ അറക്കാം, ഇവിടെ അറക്കാം. മക്കത്ത് ചെന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ കൗണ്ടറുകളിൽ 3 രൂപത്തിൽ ബലിയുടെ കാശ് സ്വീകരിക്കുന്നത് 3 കൗണ്ടർ കാണാം അടുത്തടുത്ത് തന്നെ. ഒന്ന് ഹജ്ജിന്റെ ബലി, ഹദീന്ന് അതിന് പറയാ. ഒന്ന് എന്തെങ്കിലും അബദ്ധം ചെയ്തതിന്റെ പ്രായശ്ചിത്തമായിട്ടുള്ള ബലി, അതിന് ഫിദിയ എന്നാ പറയാ. മറ്റൊന്ന് ഉലഹിയത്ത്. അപ്പോ ഉലഹിയത്തിന് ഒരാള് സ്ഥിരമായി നാട്ടിൽ അറക്കുന്ന ആളാണ്. ഇവിടെ ഈ പ്രാവശ്യം ആണെങ്കിൽ അയാൾ ഹജ്ജിനാണെങ്കിൽ അവിടെ അറക്കാം. ഇവിടെയും കാശ് കൊടുത്ത് ഏൽപ്പിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടി വേറെ ആരെങ്കിലും ബലി അർത്തോളും. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ സഫീർ സാഹിബ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം അല്ലേ? മൗലി, ജസ്റ്റ് ഇപ്പൊ മുമ്പ് ചോദിച്ച എന്റെ ചോദ്യത്തില് എനിക്ക് മനസ്സിലായത് ആൾ ഉദ്ദേശിച്ചത് ഇവിടെ എന്താണ് മിനിയില് നമ്മൾ ബലിയെടുക്കുന്നതിന് പകരം നാട്ടിലെടുത്താൽ മതിയെന്നാണോ ചോദിച്ചതെന്ന് എനിക്ക് തോന്നിപ്പോയി. അല്ല, അദ്ദേഹം ചോദിച്ചത്, ആ സ്ത്രീ ചോദിച്ചത് എല്ലാ കൊല്ലവും നാട്ടിൽ ഉലുഹിയ്യത്ത് അറക്കുന്ന ഒരാള് അവിടെ അറക്കണാണോ നല്ലത്, ഇവിടെ അറക്കാണോ നല്ലത് എന്നാണ് ചോദിച്ചത്. ഹജ്ജിന്റെ ബലികർമ്മം ഇവിടെ തന്നെ ചെയ്യണം അല്ലേ? ഇവിടെ അല്ല, ഹജ്ജിന്റെ ബലികർമ്മം അവിടെ. ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ ഇവിടെ സൗദിയിലുള്ളത്. ഓക്കെ. നിങ്ങൾ സൗദിയിൽ അർത്താലും പോരാ, മക്ക തന്നെ അറക്കണം.
ഇൻഷാ അല്ലാ. ഇന്ന് നമ്മളിവിടെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാജിമാർക്കുമായിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ പങ്കുവച്ചതിന് പ്രിയ ഇല്യാസ് മൗലവിക്ക് തനിമ മക്കയുടെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇതിൽ പങ്കെടുത്ത എല്ലാ ഹാജിമാർക്കും അവർക്ക് ആരോഗ്യപൂർണമായ നല്ലൊരു ഹജ്ജ് ചെയ്ത് മക്കത്തെത്തി നല്ലൊരു ഹജ്ജ് ചെയ്ത് തിരിച്ചു പോരാൻ അള്ളാഹു പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.